നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിമ മോഹൻ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പലരിലും കണ്ടുവരുന്ന പാലുണ്ണി എന്ന് പറയുന്ന ഒരു സ്കിൻ ടാഗ് നമുക്കതെങ്ങനെ വീട്ടിൽ തന്നെ റിമൂവ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. പാലുണ്ണി എന്ന് പറയുമ്പോൾ അരിമ്പാറയല്ല, അരിമ്പാറയേക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ടെക്സ്ചറിലുള്ള ഒന്ന് വലിഞ്ഞ് വരുന്നൊരു ടൈപ്പിലുള്ള ഒരു സ്കിൻ ടാഗ് പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ അതെല്ലാവരും ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കോട്ടറൈസേഷൻ ടെക്നിക്ക്, അതായത് അഗ്നികർമ്മൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് കരിച്ചു കളയുകയാണ് ചെയ്യാറ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടാണ്. വെളുത്തുള്ളി ചതച്ചിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടോ അതിൻ്റെ നീരെടുത്ത് ആ നീര് പാലുണ്ണിയുടെ ഉള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. ശ്രദ്ധിക്കേണ്ടത് പാലുണ്ണിയുടെ റൂട്ടിൽ, അതായത് സ്കിന്നിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒരു 7 ദിവസമൊക്കെ അപ്ലൈ ചെയ്യുമ്പം തന്നെ നമ്മുടെ പാലുണ്ണി കരിഞ്ഞിട്ട് അതങ്ങ് പോകും. പൊതുവേ വെളുത്തുള്ളിയുടെ ആ ഒരു നീരിനൊക്കെ ആസിഡിൻ്റെ ഒരു നേച്ചർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് നമ്മൾ പൊള്ളിച്ചിട്ടാണ് ഈ ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ ആ ഒരു കരിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ലാസ്റ്റ് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു പാടുണ്ടാകും. ഈ ഒരു പാട് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെല്ലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒക്കെ കുറച്ച് ദിവസം നമ്മൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാടുകളും ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആദ്യത്തെ ഒരു ടെക്നിക്ക് എന്ന് വെച്ചാൽ വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എരിക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണ്. എരിക്ക് എന്ന് പറയുമ്പം നമ്മുടെ വയലറ്റ് കളറിലുള്ള ഒരു പൂവും കായൊക്കെ ഉള്ള ഒരു ചെടിയാണ്. അതല്ലെങ്കിൽ വെള്ള കളറിലും 2 തരത്തിലാണ് ഇത് എരിക്കുണ്ടാവാറുള്ളത്. ഏതെരിക്കായാലും കുഴപ്പമില്ല. ഈ എരിക്കിൻ്റെ പാല് നമ്മൾ ഇല പൊട്ടിക്കുമ്പം ഒരു പാല് വരും. ആ പാലെടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലുണ്ണിയുള്ള ഭാഗത്ത് അതിൻ്റെ റൂട്ടിൽ തന്നെ അപ്ലൈ ചെയ്യുമ്പം ഇതും നമ്മൾ കരിച്ച് കളയാണ് ചെയ്യുക. ഈ ഒരു പാല് തട്ടുന്ന സ്ഥലങ്ങളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു പാടുണ്ടാവും. ആ പാട് നേരത്തെ പറഞ്ഞ പോലെ വല്ല അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും പോകുന്നതാണ്. മൂന്നാമത്തെ ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 2 ടെക്നിക്കിനേക്കാൾ കൂടുതൽ കുറച്ചധികം സമയം വേണ്ടുന്നൊരു ടെക്നിക്കാണ്. പക്ഷേങ്കിൽ വളരെ സോഫ്റ്റായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ പാടുകളൊന്നും ഉണ്ടാവില്ല, കുറച്ചധികം നാൾ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്ന ഇരട്ടി മധുരവും അതുപോലെ തന്നെ മുറിവെണ്ണയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലുണ്ണിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ 2 ടെക്നിക്കുകളെക്കാളും കൂടുതൽ ഇരട്ടി മധുരം കുറച്ച് വീര്യം കുറഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ 1 മാസവും അല്ലെങ്കിൽ 1.5 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. വളരെ എഫക്റ്റീവായിട്ടുള്ള 3 ടെക്നിക്കുകളാണ് ഈ പറഞ്ഞത്. താങ്ക് യു.